വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മുടെ നയാഗ്ര ട്രിപ്പൊക്കെ കണ്ട് നിങ്ങളെല്ലാവരും ഹാപ്പിയായി, വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ നയാഗ്ര ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അടിപൊളി ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫാമിലി എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാത്രി, 2 ആഴ്ച മുമ്പ് വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മൾ നയാഗ്രയ്ക്ക് പോയത്. ഇന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് യോസെമിറ്റി നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഓൺ ദ വേയിൽ പറയാം. ഇന്ന് പക്ഷേ നമ്മുടെ കൂടെ യാത്രയിൽ ഫാമിലി വരുന്നില്ല. നമ്മുടെ കൂടെ ഉള്ളത് വൈശാഖാണ്. വൈശാഖും ഞാനും കൂടിയിട്ട് നമ്മൾ മുമ്പൊരു ഹോളിവുഡ് ഹൈക്ക് ചെയ്തായിരുന്നു. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിതാ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മുങ്ങി. വീഡിയോയിൽ ആരും വരുന്നില്ല, ഞാനും വൈശാഖ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലാണുള്ളത്. അപ്പോൾ നമ്മളിനി ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താ ഒരു അടിപൊളി ബീഫ് കറി, പിന്നെ പൊറോട്ട. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇത് കഴിച്ചതിന് ശേഷം ഇപ്പോൾ രാത്രി സമയം ഇവിടെ 8 മണിയായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രെസ്നോ എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഫ്രെസ്നോയിൽ താമസിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് രാവിലെ പോയിട്ട് യോസെമിറ്റിയിൽ കയറി കുറച്ച് അടിപൊളി ഹൈക്കൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് നേരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇറങ്ങാം. യെസ്, റെഡി അല്ലേ? തകർക്കാം നമുക്ക്. യെസ്, വയറൊക്കെ നിറച്ചത് ഫുള്ളായി. ഞാനും വിശാഖും കൂടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലാനുകളെ കുറിച്ച് നമുക്ക് പോണ വഴിക്ക് നാളെ പറയാം അല്ലേ? നാളെ രാവിലെ പറയാം. അതെ, പ്ലാനുണ്ട്, ഒരു വലിയൊരു പ്ലാനുണ്ട്. അവിടെ നമ്മൾ യോസെമിറ്റി പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ചില സ്ഥലങ്ങൾ മാത്രം പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങൾ പറയാം. നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സമയം ഇപ്പോൾ രാത്രി 9 മണിയാണ്. ഇവിടുന്ന് നമുക്ക് എത്ര മൈലുണ്ട്? മൊത്തം 229 മൈലുണ്ട് നമുക്ക് ലോസ് ആഞ്ചൽസിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് ഫ്രെസ്നോയിലേക്കാണ് നമ്മൾ പോകുന്നത്. 3.5 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ ഫ്രെസ്നോയിൽ ചെന്ന് റൂം എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് രാവിലെ എണീറ്റിട്ട് ഇത്തിരി 6 മണിക്ക് മുമ്പായിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം 6 മണിക്ക് മുമ്പാണെങ്കിൽ നമുക്ക് അവിടെ റിസർവേഷൻ വേണ്ട. അതല്ലെങ്കിൽ നമുക്ക് റിസർവേഷൻ വേണം, ടിക്കറ്റും വേണ്ടെന്ന് തോന്നുന്നല്ലേ? 6 മണിക്ക് മുമ്പാണെങ്കിൽ ടിക്കറ്റും വേണ്ട. അപ്പം നമ്മൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അതല്ലെങ്കിൽ ടിക്കറ്റിന് $30 ഒരു വണ്ടിയിൽ എത്ര പേരുണ്ടെങ്കിലും. അല്ല, ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് വേറെ, റിസർവേഷൻ വേറെയാണ് കേട്ടോ യോസെമിറ്റിയിൽ. അപ്പം ടിക്കറ്റ് ഉണ്ടെങ്കിൽ കൂടി ഈ റിസർവേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ടിക്കറ്റും റിസർവേഷനും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു 6 മണിക്ക് നേരത്തെ പോയി കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഫ്രെസ്നോയിലേക്ക് പോകാം. ബാക്കി നമുക്ക് പിന്നെ കാണാം. താങ്ക് യു. ലോസ് ആഞ്ചൽസിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 100 മൈൽ വരുമ്പോഴത്തേക്കും ബേക്കേഴ്സ്ഫീൽഡ് എത്തും കേട്ടോ. നമ്മളൊരു 1.25-2 മണിക്കൂറാവുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം നമ്മുടെ വിശാഖിനെ നമുക്ക് ലവ്സ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മൾ നയാഗ്രയൊക്കെ പോയപ്പോൾ നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ലവ്സിലാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് അടിക്കാനുണ്ട്, അപ്പം എന്താ പറയുന്നത്, റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ലവ്സിൻ്റെ ഗ്യാസ് സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ലവ്സിൽ കയറിയപ്പോൾ ആർബീസ് എന്ന് പറയുന്നൊരു ഷോപ്പ് കണ്ടില്ലേ? അപ്പോൾ അത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വൈശാഖിന് അവിടെ ആർബീസ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ലവ്സിൽ ആർബീസ് ഉണ്ട്. അപ്പം അന്ന് അവിടെ ഞാൻ കണ്ടപ്പോഴും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിതുവരെയും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ വൈശാഖിന് അറിയാം. ഓക്കേ, നമ്മുടെ ലവ്സ് മിസ് ചെയ്തിരിക്കുമായിരുന്നു അല്ലേ? ഫൈനലി നമ്മൾ ലവ്സിലെത്തി. വാ വിശാഖേ, അപ്പോൾ ഇതാണ് ലവ്സ്. ഈ അമേരിക്ക മൊത്തം കറങ്ങുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷോപ്പാണിത്. ഗ്യാസ്, ഫുഡ് കമ്പയർ ടു സാധാരണ ഗ്യാസ് സ്റ്റേഷൻ അല്ല ഇത്. ഇത് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. നമുക്ക് അത്യാവശ്യം റെസ്റ്റ് എടുക്കാം, അവിടെ പുറത്ത് നിന്നിട്ട് ഭക്ഷണം കഴിക്കാം. അത്യാവശ്യം നമുക്ക് യാത്രയിൽ വേണ്ട സാധനങ്ങൾ, ബ്രഷ്, പേസ്റ്റ്, എന്ത് സാധനങ്ങളും വാങ്ങാം. ഇതുണ്ട്, ഇത്രയും വലിയ വിശാലമായൊരു ഷോപ്പാണ്. നമുക്കിതാ ടാക്കോസ് മേടിക്കാം. കഴിഞ്ഞ ദിവസം നമ്മളിത് വാങ്ങിയായിരുന്നു, ചിപ്പോട്ടിലെ ചിക്കൻ വാങ്ങിയായിരുന്നു. $3 ഉള്ളൂ. കുറേ കൂടുതൽ ആൾക്കാരൊക്കെ പോകുമ്പോൾ സ്നാക്ക് പോലെ ഇത് മേടിക്കാം. പിന്നെ നമ്മൾ ആദ്യം കണ്ട റെസ്റ്റോറൻറ്റ് ആർബീസ് ഉണ്ട് അവിടെ.
പിന്നെ ചില സ്ഥലത്ത് സബ്വേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഏറ്റവും പ്രധാന കാര്യം നമുക്ക് എല്ലാവർക്കും വേണ്ടത് യാത്രയിൽ ടോയ്ലറ്റ് സംവിധാനമാണ്. അപ്പോൾ അതും ഇവിടെയുണ്ട്. ഇതുണ്ടോ, അവിടെ നമുക്ക് കാണാം ലോണ്ട്രി ഷവർ എന്ന് കാണാം. ഇതുണ്ടോ ലോണ്ട്രി ഷവർ, ഇവിടെ റെസ്റ്റ് റൂം. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ല, അപ്പോൺ പേയ്മെന്റ് അല്ല, റെസ്റ്റ് റൂം നമുക്ക് യൂസ് ചെയ്യാം, ഷവർ അപ്പോൺ പേയ്മെന്റ്. ഇവിടെ വരുന്ന ലോറി ഡ്രൈവേഴ്സിനൊക്കെ അത് ഫ്രീ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ നടത്തട്ടെ കേട്ടോ. അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ പോകാം. ഇവിടെ നമ്മൾ ബാത്റൂം യൂസ് ചെയ്തിട്ട് എത്ര മാർക്കാണ് കൊടുക്കണമെന്നുള്ളത് അതൊക്കെ കൊടുക്കാനുള്ള ഇതുണ്ടാ, അവർക്ക് സന്തോഷമായിക്കോട്ടെ. പിന്നെ ഇതാ ഇവിടെ ഉണ്ടാവും വിമൻസിനാണെങ്കിൽ കിഡ്സ് കൊണ്ടുവരുമ്പോൾ ബേബി ചേഞ്ചിങ് സ്റ്റേഷനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ലൗസ് സെലക്ട് ചെയ്യുക കേട്ടോ. ഷെവറോണും അതെ പോലെയല്ല, ഷെവറോണും 7-11 അതൊക്കെ എന്ന് പറയുന്നത് ലോക്കൽ സംഭവങ്ങളാണല്ലോ. ഇത് എക്സ്ക്ലൂസീവ് റെസ്റ്റ് റൂമിൻ്റെ അപ്ഗ്രേഡഡ് എന്നല്ല, യാത്രക്കാരുടെ സ്വർഗം എന്ന് പറയാം. ഇത് യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. സെൽഷ്യസ് ഒക്കെ വാങ്ങി കുടിച്ച് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത് കുടിച്ച എന്താ പ്രത്യേകത തന്നെ? ഒരു രസം. മറ്റേ ഇത് കുടിക്കാറില്ലേ, മറ്റേ റെഡ് ബുള്ള് കുടിക്കാറുണ്ട്. ഇതാണ് കൂടുതൽ ഇഷ്ടമല്ല, സെൽഷ്യസ് ആണ്. അത് എന്താ വ്യത്യാസം എന്താ? കുറവുണ്ടല്ലേ. ഓക്കെ, യെസ്. ലൗസിൽ ഇനി ഗ്യാസ് അടിക്കാം നമുക്ക്. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം വിചാരിച്ച പോലീസാണെന്ന് കേട്ടോ. ആ വണ്ടി പഞ്ചറൊട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വണ്ടിയാണ്. പോലീസാണെന്ന് വിചാരിച്ചൊന്ന് ഞെട്ടിയില്ലേ. വിശാഖിനെ നമ്മുടെ യാത്രയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ലോങ് ട്രിപ്പ് പോകാനുള്ള സൂത്രങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഏത് ഗ്യാസ് സ്റ്റേഷനിൽ കയറിയാലും എന്താ ഇതൊക്കെ ചെയ്ത് കൊണ്ടിരിക്കണം. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ അധികം അഴുക്കൊന്നും പിടിച്ചിട്ടില്ല, പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് പിടിച്ച് സെറ്റാവും. അപ്പോൾ പിന്നെ നമുക്കിതിങ്ങനെ കഴുകി കഴിഞ്ഞാൽ പോവില്ല. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മളിതങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100 മൈലായില്ലേ, എന്തായാലും നമ്മൾ ഗ്യാസ് അടിക്കാൻ ഓരോ സ്ഥലത്ത് കയറും. ഓരോ സ്ഥലത്ത് കയറുമ്പോഴും ഫുൾ ടാങ്ക് അടിക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തും അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും വണ്ടി. ഒന്നാമത് വണ്ടി ഓടിക്കാൻ നല്ല ക്ലാരിറ്റി ആയിരിക്കും. തന്നെയല്ല വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ, നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ മെയിനായിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല സൗകര്യമായിരിക്കും. വിശാഖ, ഇതിനൊക്കെ എപ്പോഴാണ് ഇതിൻ്റെ പൈസ തരണേ? എപ്പോഴാണ് തരാന്ന് പറഞ്ഞാൽ അപ്പാപ്പ തരണം, ഫീസൊക്കെ അപ്പാപ്പ തരണം. അതെ, ഇത് ഡ്രിങ്ക്സ് ഇത് കുടിക്കുന്നു, ഗ്യാസ് അടിക്കുന്നു, ട്രിപ്പ് ഡിലേ ആണ് ഗൈസ്. അതെ, നമ്മൾ ഇന്നിപ്പം റെൻ്റ് കാർ എടുത്തിട്ടാണ് പോണേ. അപ്പം ഇതിൻ്റെ അകത്ത് $30 അടിക്കുമ്പോൾ തന്നെ ഫുൾ ടാങ്ക് ആവുന്നതാണ് അല്ലേ? അതെ, ഇതിപ്പോൾ നമ്മൾ $17-18 ആയി കേട്ടോ. ഒരു $33 ആയപ്പോഴത്തേക്കും ഫുൾ ടാങ്ക് ആയിട്ടോ. 8.5 ലിറ്ററാണ് ഇതിൻ്റെ അത് കയറുന്നുള്ളൂ, 8.5 ഗാലനാണ് കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഒരു ഇവിടെ കാലിഫോർണിയയിലെ ഗ്യാസ് അടിച്ചു കഴിഞ്ഞാൽ ഒരു 65-70 ഗാലനൊക്കെ ഡോളറിന് അടിച്ചാലാണ് ഫുള്ളാവുള്ളൂ. പിന്നെ എൻ്റെ ടാങ്ക് ചെറുതാണല്ലോ. ഇനി അത് അവിടെ നോക്കി കഴിഞ്ഞാൽ പൈസ അവിടെ നിന്ന് കിട്ടുന്നില്ല. പൈസ റിട്ടേൺ എടുക്കാനാണ് അവിടെ നിന്ന്. യെസ്, അപ്പോൾ നമുക്ക് പോവാം. യെസ്, ഫൈനലി രാത്രി 1:10 ആയപ്പോൾ നമ്മൾ ഫ്രെസ്നോ എത്താറായി അല്ലേ. ഫ്രെസ്നോയിൽ നമ്മൾ റൂം എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇത്രയും സമയമായതുകൊണ്ട് നമ്മളൊരു ഫ്രീ ട്രിപ്പ് നമ്മുടെ യോസെമിറ്റിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട്. 6 മണിക്കുള്ളിൽ നമുക്ക് യോസെമിറ്റിയിൽ കയറി പറ്റണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രെസ്നോയിൽ റൂം എടുത്തു കഴിഞ്ഞാൽ 1 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം എടുത്തിട്ട് നമ്മളവിടെ കിടക്കുമ്പോഴത്തേക്ക് ഒരു 2 മണി ആയാൽ പിന്നെ 6 മണിക്ക് അവിടെ എത്തണമെങ്കിൽ ഫ്രെസ്നോയിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ നേരെ പോയിട്ട് ഓക്ക്ഹേഴ്സ്റ്റ് എന്ന് പറയുന്നൊരു യോസെമിറ്റിയുടെ സദേൺ എൻട്രൻസിൽ ഓക്ക്ഹേഴ്സ്റ്റ് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. എൻട്രൻസിന് ഒരു 16 മൈൽ മുൻപായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു അവിടെ പോയി ആ ഓക്ക്ഹേഴ്സ്റ്റ് സിറ്റിയിൽ പോയിട്ട് നമുക്ക് അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ നേരെ യോസെമിറ്റിയുടെ എൻട്രൻസിലേക്ക് 6 മണിക്കുള്ളിലായിട്ട് കയറാം. അതല്ലെങ്കിൽ നമ്മൾ ഈ റൂം എടുത്ത് വെറുതെ പൈസ കളയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക്
ഈ 6 മണിക്കുള്ളിൽ കയറുന്ന ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ നമ്മൾ നേരെ ഓക്കേഴ്സിലേക്ക് പോകാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 56 മൈലൂടെ പോകണം. 55 ഒരു മണിക്കൂറാണ് കാണിക്കുന്നത്, 55 മിനിറ്റാണ് കാണിക്കുന്നത്. ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഓക്കേഴ്സിലെത്തും. അപ്പോൾ അതൊരു ചെറിയൊരു സിറ്റിയാണ്. നമ്മൾ LA വരുമ്പോഴുള്ള ഒരു സദേൺ എൻട്രൻസിൻ്റെ തൊട്ട് മുമ്പുള്ള 16 മൈൽ മുമ്പുള്ള സിറ്റിയാണ്. അവിടെ നമുക്ക് ഗ്യാസ്, ഫുഡ്, റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ടൗണായിട്ട് വേറെ അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ നമുക്ക് ഓക്കേഴ്സിൽ സ്റ്റേ ചെയ്യാം. നമ്മളിപ്പോൾ കഴിഞ്ഞത് ഓക്കേഴ്സ്റ്റ് ടൗണിനോട് അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മുടെ മാപ്പിൽ ഓക്കേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയി നോക്കാം. യോസെമിറ്റി ഇവിടെ നിന്ന് വെറും 16 മൈലുള്ളൂ എൻട്രൻസിലേക്ക്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മൾ ആദ്യം കണ്ട ഗ്യാസ് സ്റ്റേഷനിൽ തന്നെ വന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇല്ല കേട്ടോ, നമ്മൾ ഓക്കേഴ്സ്റ്റ് ഇനിയും 7 മൈലുണ്ടെന്നുള്ള സൈൻ ബോർഡ് കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കണ്ടത് അതിന് മുമ്പുള്ളൊരു ചെറിയ സിറ്റി ആയിരിക്കണം. അതിൻ്റെ പേര് നോക്കിയിട്ട് വേണം. ടൂറിസ്റ്റ് ഇൻഫോ 3 മൈൽസ് എന്നുള്ള ബോർഡൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഓക്കേഴ്സ്റ്റിലേക്ക് എത്താറായിട്ടുണ്ടാവുമായിരിക്കും. ഓക്കേഴ്സ്റ്റിലേക്ക് 2.8 മൈലാണ്. ഭയങ്കര വലിയ ഒരു ടൗണാണ് കേട്ടോ ഓക്കേഴ്സ്റ്റ്. ഭയങ്കര ഒത്തിരി വീടുകളൊക്കെ നമുക്ക് താഴേക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഉറക്കം വന്ന് കിളി പോയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ രണ്ടുപേര് വിശാഖിനും ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിയൊക്കെ ആയിരിക്കും ഓടിക്കുന്നത്, നമ്മുടെ അടുത്ത് പറയാത്തോണ്ടായിരിക്കും. സെൽഷ്യസ് കുടിച്ച് സെറ്റായിന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയായി. എന്തായാലും എനിക്ക് ഉറക്കം വരുന്നുണ്ട്, വിശാഖിന് ഉറക്കം വരുന്നില്ല. ഞാൻ പല പ്രാവശ്യം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിതിപ്പോൾ യോസെമിറ്റിയിൽ 2ാമത്തെയാണോ 3ാമത്തെയാണോ വരെ ഒന്നും ഓർക്കുന്നില്ല. ഈ ഏരിയയിൽ പല നാഷണൽ പാർക്കുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് വന്നത് എത്രാമത്തെയാണോ ഓർക്കുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ സിറ്റി ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയയും ഇല്ല കേട്ടോ. ഇത് ഓക്കേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സിറ്റിയാണ്. നമുക്കിപ്പോൾ രാത്രി ആണെങ്കിൽ അത് കാണിക്കാൻ പറ്റുന്നില്ല. തന്നെയല്ല, രാത്രി ആയതുകൊണ്ട് നമുക്ക് ലൈറ്റുകൾ കൂടുതൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വലിയ സിറ്റിയാണെന്ന് മനസ്സിലാവും. ചിലപ്പോൾ പകൽ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഒരു ആളുകൾ താമസിക്കുന്ന ഏരിയ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പം ഓക്കേഴ്സ്റ്റ് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് ഗ്ലേഷ്യർ പോയിൻ്റാണ് കേട്ടോ. അപ്പം എന്തായാലും ഓക്കേഴ്സിലെ സ്ഥിതിവിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവിടെ ഒരു ബോർഡ് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, യോസെമിറ്റി റിസർവേഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്ക്ഹേഴ്സ്റ്റ് എത്തിയിട്ട് നമ്മൾ ഇന്നലെ ഹോട്ടൽ വോൺസ് ഉണ്ട് അവിടെ. പിന്നെന്താ, ഇതൊരു പുഴയാണെന്ന് പറഞ്ഞിട്ടോ, ഒരു ചെറിയൊരു പാലം. പതുക്കെ പോയി നോക്കട്ടെ. അതെ, വോൺസിൻ്റെ ബോർഡ് കാണാം. അതായത് നോക്കി, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള ചേസ് ബാങ്ക് ഉണ്ട്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ യോസെമിറ്റിയുടെ അത്ര. യോസെമിറ്റി ഒരു വിജനമായ ഒരു ഏരിയയിലാണെന്നുള്ളൊരു ധാരണയിൽ ശരിക്കും ചില സമയത്ത് നമ്മൾ വരണത് തിയേറ്റർ വരെ ഉണ്ട്. ജുറാസിക് സിനിമ, യോസെമിറ്റി സിനിമ. ഇത് ഗ്യാസ് വെറും 395. നമ്മളിപ്പോൾ ഫ്രെഷ്നോന്ന് അടിച്ചതും ഇതിൽ കൂടുതലായിരുന്നു എനിക്ക് തന്നെ. രാത്രിയിലത്തെ കാഴ്ച കാണിച്ചില്ല. നമ്മളിനിപ്പോൾ നേരം വെളുക്കുമ്പോൾ ഇത്രയും ഇത് സൺലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല ഇവിടെ എത്രത്തോളം സജീവമാണെന്നുള്ളത്. അങ്ങനെയല്ലേ. ഷെവറോണിൻ്റെ ഗ്യാസ് സ്റ്റേഷൻ ആക്റ്റീവാണ്. ഫുഡ് മാർട്ടുണ്ട്. ഷെവറോൺ ഫോർ ലീസ്, അവിടെ ലീസിനെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ലീസിനെടുക്കാം. ഇതുണ്ടല്ലേ ജംഗ്ഷൻ പ്ലാസ, ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞെടുക്കണു. ഗ്രീൻ ലൈറ്റ് ആവശ്യമുള്ളവർക്ക്. ആൻറ്റീക്സ്, 21 സെഞ്ച്വറി ബിൽഡിങ്ങുകൾ. എന്തില്ലേ, എന്ത് വേണം. ഓക്ക്ഹേഴ്സ്റ്റ് വിസിറ്റർ സെൻറ്റർ എന്നുള്ള ബോർഡാണ് കേട്ടോ അത്. ടാറ്റു, ഇഷ്ടംപോലെ ഹോട്ടലുകൾ. വലേറോ, പിസ്സ ഹട്ട്, യെസ് പിസ്സ ഹട്ട് ഉണ്ട് അവിടെ. ട്വിസ്റ്റഡ് പൈപ്പ്, സ്മോക്ക് ഷോപ്പ് ആൻഡ് വേപ്പിംഗ്.
76 ഗ്യാസ് സ്റ്റേഷൻ, 7-Eleven, എന്ത് വേണം ഇതിൽ കൂടുതൽ. ദ ഓക്ഹേഴ്സ്റ്റ് ഇൻ, ബീഡ് ബെസ്റ്റ് വെസ്റ്റേൺ പ്ലസ്, എവറിത്തിങ് ഈസ് ദെയർ. ഇറ്റ്സ് എ ബിഗ് സിറ്റി ഗൈസ്. സോ നിങ്ങൾ വരുവാണെങ്കിൽ, ലോസ് ആഞ്ചൽസ് ഏരിയയിൽ നിന്ന് വരുവാണെങ്കിൽ സൗത്ത് ഗേറ്റ് സ്റ്റേഷൻ, സൗത്ത് ഗേറ്റിൻ്റെ ഏരിയയിൽ 16 മൈൽ മുൻപേ വരുന്ന ഒരു സിറ്റിയാണ് ഓക്ഹേഴ്സ്റ്റ്. ഇതാണ് അർദ്ധരാത്രി 2:13 ഓക്ഹേഴ്സ്റ്റ് സിറ്റിയുടെ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താമസിക്കാം. ഫ്രെസ്നോയിലൊന്നും റൂം എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നാൽ നേരത്തെ കയറേണ്ടവർക്ക് സ്മോക്ക് ഹൗസ് 41, ഇതെന്താ ഹാംപ്റ്റൺ ഇൻ, ഫെയർഫീൽഡ് ബൈ മാരിയറ്റ്. മൈ ഗോഡ്, ദിസ് ഈസ് സോ ബിഗ്. ബാസ് ലേക്ക് ഫിഷ് ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സിറ്റി പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മുടെ ഇത് കഴിഞ്ഞിട്ടാണ്. പക്ഷെ അത് ചെറിയൊരു സിറ്റിയാണ്. അത് ഇതുപോലെ ഇത്രയും സൗകര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല അങ്ങോട്ട്. നമുക്കിനി നമുക്ക് ആ കണ്ട സ്റ്റേഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആ ഗ്യാസ് സ്റ്റേഷനിൽ നമ്മൾ ആദ്യം കണ്ടതിലേക്ക് പോകാം. ഇത് നമ്മൾ തിരിച്ചു കേട്ടോ, ഹോളിഡേ ഇൻ. അപ്പോൾ നമ്മുടെ സിറ്റി കണ്ട് മനസ്സിലായില്ലേ. നമ്മൾ തിരിച്ച ഗ്യാസ് സ്റ്റേഷൻ്റെ അവിടെ പോയിട്ട് റൂം എടുത്ത് നമ്മൾ മിനിമം ഒരു $100 സേവ് ചെയ്യാൻ പോവാണ്. കാരണം വെറുതെ നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റൂം എടുത്തൊക്കെ കിടക്കാം. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ്, നമ്മൾ 2 ചുള്ളന്മാരല്ലേ കാറിലുള്ളത്. അപ്പം നമുക്ക് കാറിൽ തന്നെ കിടന്ന് നമുക്ക് എന്താ പറയണേ, ഇന്നത്തെ സമയം കുറച്ചങ്ങോട്ട് കഴിക്കാം. എന്നിട്ട് രാവിലെ നമുക്ക് പോയി യോസെമിറ്റി കാണാം. ഓക്കേ, യെസ്, ഫൈനലി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം യോസെമിറ്റി നാഷണൽ പാർക്കിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 6:10 നമ്മൾ നേരെ ഗ്ലേഷ്യർ പോയിന്റിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. ഫൈനലി നമ്മൾ ഗ്ലേഷ്യർ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നടക്കാനുണ്ട്, അങ്ങോട്ടേക്ക് നടന്നു പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഹാഫ് ഡോമിൻ്റെ ഒരു കാഴ്ച സൺലൈറ്റിൽ നമുക്കൊന്ന് കാണാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് കേട്ടോ ഹാഫ് ഡോം. അതിൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനൊരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയുടെ. 1900 ഓവർ ഹാങ്ങിങ് റോക്കറ്റ് ഗ്ലേഷ്യർ പോയിൻ്റ്, അതിൻ്റെ ഒരു ഫോട്ടോയായിട്ട് കാണുന്നത്. അപ്പം ഗ്ലേഷ്യർ പോയിൻ്റ് 1941. ഇതാണ് ഗ്ലേഷ്യർ പോയിൻ്റ് വരെ എത്തുന്ന ആ ഒരു ഏരിയ. നമ്മൾ നിൽക്കുന്ന ഇവിടെയാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്, കൺസെഷൻസ് ബിൽഡിംഗ് ഉണ്ട്. പിന്നെ വീണ്ടും നേരെ പോയി ജിയോളജി ഹട്ട് ഉണ്ട്, അത് ഇതായി കാണുന്നതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ 4 മൈൽ ട്രെയിൽ ടു യോസെമിറ്റി ഉണ്ട്. യോസെമിറ്റിയിലേക്കുള്ള 4 മൈൽ ട്രെയിൽ പോകുന്ന വഴിയാണ് കേട്ടോ. നമുക്കിങ്ങനെ പോയിട്ട് ഇവിടെ എത്തണം. അടിപൊളിയാണ് കേട്ടോ. നമ്മളന്ന് ഇതിന് മുമ്പ് യോസെമിറ്റിയിൽ വന്നപ്പോൾ ഈ ഹാഫ് ഡോം നമുക്ക് അത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ വേറെ വ്യൂ പോയിൻറ്റിലാണ് നിന്നത്. അന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ ജസ്റ്റ് രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന രീതിയിലാണ് വന്നത്. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ വേറെ നോർത്ത് എൻട്രൻസിലൂടെയാണ് നമ്മൾ അന്ന് വന്നത്. പക്ഷേ ഇത്രയും അടിപൊളിയായിട്ട് ഹാഫ് ഡോം കാണണമെങ്കിൽ ഗ്ലേഷ്യർ പോയിൻറ്റിൽ വരണം കേട്ടോ. ഈ ഗ്ലേഷ്യർ പോയിൻറ്റിൻ്റെ തൊട്ട് ചേർന്നായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിങ്, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് ഒരു ട്രെയിലുണ്ട്, 2 ട്രെയിൽസ് ഉണ്ട് അങ്ങോട്ടേക്ക്. അവിടെ നിന്നൊക്കെ ആൾക്കാർ നടന്നു വരുന്നുണ്ട് രാവിലെ തന്നെ. വാവ്, ഇതൊക്കെ വാട്ടർഫാൾസ് എന്താ സൂപ്പർ അല്ലേ. ഇതാ കാണുന്ന അതാണ് എൻ്റെ എൻഡെന്ന് തോന്നുന്നു. ഇല്ല, ഗ്ലേഷ്യർ പോയിൻ്റ് അങ്ങോട്ടേക്ക് ലെഫ്റ്റാണ് കേട്ടോ. 4 മൈൽസ് ട്രെയിൽ. ഗ്ലേഷ്യർ പോയിൻ്റ് ലെഫ്റ്റ് ജിയോളജി എക്സിബിറ്റ്, അതാണ് ഇവിടെയുള്ളത്. ഓർമ്മയുണ്ടാവും നമ്മുടെ ലാസ്റ്റ് ഹൈക്കിൽ പുള്ളി ഇങ്ങനെ ഓരോന്ന് എൻജോയ് ചെയ്ത് ഓരോ സ്ഥലത്തോടെ നിൽക്കൂട്ടോ. ഞാനിപ്പോൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ആൾ നിൽക്കണ കണ്ടില്ലായിരുന്നു. പുള്ളി ഇപ്പോൾ അവിടെ അത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിൽ നടന്നു പോകുന്നുള്ളൂ. വിശാഖ് ഇപ്പോഴുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടം കാണുന്നത്. വിശാഖ് കണ്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, എന്താ അടിപൊളി. നമുക്ക് മിക്കവാറും അതിൻ്റെ അടുത്ത് പോകാൻ പറ്റും. നമ്മൾ ഇവിടെ നിന്ന് മേളിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അടുത്ത വെള്ളച്ചാട്ടം കാണാം. അത് ചാടി വരുന്നു. പിന്നെ വീണ്ടും
നമ്മൾ നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സൂര്യൻ ഉദിച്ച് വരുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്നുള്ള ആ ഒരു ഹാഫ് ഡോമിൻ്റെ ബ്യൂട്ടി നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റാത്തത്. ഈവനിങ്ങിൽ സൺലൈറ്റ് ഓപ്പോസിറ്റ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ യോസമിറ്റിയിൽ വരുവാണെങ്കിൽ ഗ്ലേഷ്യർ പോയിൻ്റ് ആണ് കേട്ടോ ഒരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വന്നില്ല. എനിക്കൊന്ന് വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും ലേറ്റായിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഗ്ലേഷ്യർ പോയിൻ്റ് ഈസ് എ മസ്റ്റ് വിസിറ്റ്. നിൽക്കുന്ന ഏരിയ ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ നിന്ന് നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ഹാഫ് ഡോമിൻ്റെ ഹൈറ്റ് 8842 ഫീറ്റാണ്. പിന്നെ നമ്മൾ നേരെ കാണുന്ന ഒരു ഇത് കാണാം, മൗണ്ടൻ കാണാം. ആ ഒരു പോയിൻ്റ് അത് ഫ്ലോറൻസ് എന്നാണ് പറയുന്നത്. അത് 12561 ഫീറ്റ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളിതാ ഈ കാണുന്ന ഒരു ചെറിയൊരു സംഭവം, അത് 7076 ഫീറ്റാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. താഴെ കാണുന്നത് ഇതാണ് വെർണൽ ഫാൾസ്. ആ കാണുന്നതാണ് നെവാഡ ഫാൾസ്. അപ്പോൾ നമ്മളിവിടെ ഈ വെർണൽ ഫാൾസിൻ്റെ ഇവിടെ നിന്ന് ഒന്ന് ഹൈക്ക് ചെയ്ത് പോകാനുള്ളൊരു പ്ലാനിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. പിന്നെ നമ്മൾ അങ്ങോട്ട് കാണുന്ന ആ ഒരു പീക്ക് മൗണ്ട് സ്റ്റാർ കിങ് 9000 ഫീറ്റ്. ഈ അടുത്ത് കാണുന്ന മലയ്ക്ക് നമുക്ക് ഉയരം കൂടുതൽ തോന്നുമെങ്കിലും പക്ഷേ ആ ദൂരെ കാണുന്ന അതാണ് ഏറ്റവും പീക്കായിട്ടുള്ള ഇവിടെയുള്ള ഒരു ഏറ്റവും വലിയ മല. അതാണ് നമുക്കൊരു 12561 ഫീറ്റ് ഹൈറ്റ് വരുന്നത്. ഇതുള്ള പോലെ ഇവിടെ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ആ ഒരു രൂപം രേഖ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓരോ സ്ഥലങ്ങളും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഇവിടെ നമ്പർ കൊടുത്തിട്ട് അതുണ്ടല്ലോ ഓരോ സ്ഥലത്തും ഇത് എവിടെയാണ് വരുന്നതെന്നുള്ള കൃത്യമായ രൂപം കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എവിടെയാണ്, അത് എ ഇവിടെ ഹാഫ് ഡോം, ഇതാ കണ്ട എ ഹാഫ് ഡോം, അത് ആ കാണുന്നു, അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള കുറച്ച് വാട്ടർഫാൾസിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. യോസമിറ്റി ഫാൾസ്, വെർണൽ ഫാൾസ്, നെവാഡ ഫാൾസ്, ഇല്ലുലോയിഡ് ഫാൾസ്, ബ്രൈഡൽ വെയിൽ ഫാൾ, പിന്നെ എന്തൊക്കെയാണ് ക്രീക്കും ഉണ്ട്, അതുപോലെ തന്നെ ടെനിയ ക്രീക്ക്, ഇവിടെ ഹാഫ് ഡോം, ക്ലൗഡ്സ് റെസ്റ്റ്, മൗണ്ട് വാട്കിൻസ്, ഹോഫ്മാൻ, ഓക്കെ ഇതൊക്കെയുണ്ട്. നമ്മൾ ആ വീട് പോലെയുള്ള ഏരിയയിലേക്ക് എത്തിയിട്ടോ. ഇതൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആട്ടോ. വാവ്, ഇവിടെ നിന്നൊരു രക്ഷയില്ല കേട്ടോ. നോക്കി ഹാഫ് ഡോമും നെവാദ ഫാൾസ്, അതുപോലെ തന്നെ വെർണൽ ഫാൾസ്. നല്ല കിടിലൻ സ്ഥലത്തൂടെ കേട്ടോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികം ദൂരം വന്നിട്ടില്ല, നമ്മൾ നടന്നു വരുന്നത് അവിടെ നിന്നാണ്. ഒരു 200 മീറ്ററൊക്കെ നമ്മൾ വന്നിട്ടുള്ളൂ. ഇത് രാവിലെയാണ് കേട്ടോ, സമയമൊന്നും ആയിട്ടില്ല, 7 മണി ആയിട്ടുള്ളേ. ഇത് ആൾക്കാർ അവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്, അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ നമ്മൾ ഒരുപാട് ഇവിടെ കണ്ടു കേട്ടോ. ഇവിടെ നോക്കിയാലും നമ്മുടെ ഹാഫ് ഡോം അവിടെ കാണാം. ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ്. നമ്മൾ ശരിക്കും ഈ ചില കോട്ടകളിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ നടന്നു പോകുമ്പോഴുള്ള വഴികളും പിന്നെ അതിൻ്റെ ഭിത്തികളും എന്നുള്ള പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക നല്ലൊരു ഫീലാണ്. ഗ്ലേഷ്യർ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ അധികം ദൂരമില്ല കേട്ടോ, നമ്മൾ വളരെ അടുത്താണ്. മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? ഇതാണ് ഞങ്ങൾ താഴെ വന്ന സ്ഥലം കേട്ടോ. വിശാഖേ, ഞങ്ങൾ മുമ്പ് വന്നത് എവിടെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാറ ഇത് കേട്ടോ. എൻ്റെ പൊന്നെ, അവിടെ എന്തോരം ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ മുമ്പ് വന്നത്. ഏത്? ഓക്കെ, സ്നോമെൽറ്റ് വാട്ടർഫാൾസ് ആണ് ആ കാണുന്നത്. ഓക്കെ, നമ്മൾ ആ വാട്ടർഫാൾസാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതല്ലാതെ വേറെ വാട്ടർഫാൾ കൂടി ഉണ്ടല്ലോ ആ ഏരിയയിൽ. നമ്മൾ കുറേ ലിസ്റ്റ് കണ്ടിരുന്നു. അതിൻ്റെ താഴെ അവിടെ കാണാം കേട്ടോ വേറെ വാട്ടർഫാൾസ്. അതൊക്കെ അതിൻ്റെ താഴെ വണ്ടി പോകുന്നതുണ്ടോ കേട്ടോ, ഇതുണ്ടോ?
ഒരു വാട്ടർഫാൾസ്, അതിൻ്റെ മേളിൽ അതിലും വലിയൊരു വാട്ടർഫാൾസ് അല്ലേ. നമ്മളിങ്ങനെ ഈ ഇതിൽ കാണിക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവില്ല. അതാണ് ഈ വീഡിയോഗ്രാഫിയിൽ വരുന്നൊരു പ്രശ്നം. നമുക്ക് ഈ വലിപ്പം കാണിക്കാനുള്ളൊരു വിദ്യയില്ല. ഇതുണ്ട് ഇതൊരു ക്യാമ്പ് ഗ്രൗണ്ടാണ് കേട്ടോ, അടിപൊളി ക്യാമ്പ് ഗ്രൗണ്ട്. അപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം കാണാൻ ഭയങ്കര ഒരു ജയൻ്റ്, ഒരു എന്താ പറയുക, പാറക്കഷ്ണം എന്നല്ല, ഒരു മല പോലെ നമുക്ക് കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭംഗിയും തോന്നും. എന്നാൽ നമുക്കൊരു ഭീമാകാരനായ ഒരു പാറ എന്നുള്ള ആ ഒരു ഫീലിംഗ് കിട്ടും. ഫുള്ള് ഫോട്ടോഗ്രാഫേഴ്സും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഒരുപാട് നോക്കി ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലും നല്ല അടിപൊളി ക്യാമറകളൊക്കെ ആയിട്ട് വരുന്നവരാണ് കൂടുതലും. കണ്ടില്ലേ, നമ്മൾ പണ്ട് വന്നിരുന്ന വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും, എന്താ ഒരു പാറ നിൽക്കുന്ന നോക്കി. യെസ്, ഈ പാറയുടെ മുകളിൽ ഇവരിത് എങ്ങനെ ഉണ്ടാക്കി വെച്ചെന്നാണ് സംശയം. ഇതുണ്ടോ, ഇങ്ങനെ നേരെ കട്ട് ചെയ്ത് പോലെ പോയിരിക്കുകയാണ് കേട്ടോ. ആ ഹാഫ് ഡോം കട്ട് ചെയ്ത് പോയ പോലെ തന്നെ ഇതും ഇങ്ങനെ കട്ട് ചെയ്ത് പോയിരിക്കുകയാണ് ഈ ഒരു പാറയുടെ ഏരിയയും. ഇതുണ്ടോ, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ബിഗാണ് കേട്ടോ. അവിടെ ഒരുപാട് എന്താ പറയുക ക്യാമ്പ് ഗ്രൗണ്ടുകൾ, അതുപോലെ തന്നെ ക്യാബിൻസൊക്കെ ഉണ്ട് താമസിക്കാനായിട്ടുള്ള. പിന്നെ അത് അവിടെ കണ്ട ഒരു വെള്ളം, ചെറിയൊരു അരുവിയുണ്ടോ, തീരെ ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ആ വഴിക്ക് നമ്മൾ വരുമ്പോഴാണ് ഒരുപാട് നമുക്ക് ഇറങ്ങി കുളിക്കാനും ഒക്കെ പറ്റിയ നല്ല കണ്ണീര് പോലത്തെ വെള്ളമുള്ള ഒരു പുഴയൊക്കെ ഉണ്ട്. അത് ഈ സമയത്തും അത് നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത് അവിടെ കണ്ട ഒരു ഹോട്ടൽ നമുക്ക് കാണാം. ഒരു ഹോട്ടൽ ബിൽഡിങ് നമുക്ക് ഒരു സെക്കൻഡ്, യെസ്, ഹോട്ടൽ ബിൽഡിങ് നമുക്ക് കാണാം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ അടിപൊളിയാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് മതിൽ കെട്ടിയാണുണ്ടോ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കീപ്പോട്ട് പോയാൽ പൊടി പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ നിന്ന് കണ്ടിട്ട് നമുക്ക് പോകാം. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഹാഫ് ഡോം അടിപൊളിയായിട്ട് കാണാം. ഭയങ്കര ഇഷ്ടമായിട്ടോ, കാരണം ഹാഫ് ഡോം ഇത്ര അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ വേറെ ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ അന്ന് വന്നപ്പോൾ താഴെ നിന്നിട്ടൊക്കെയാണ് നോക്കുന്നത്. പിന്നെ അവിടെ ചെറിയൊരു വാലി പോലെ ഉണ്ട്, അവിടെ നിന്നിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ആക്ച്വൽ പോയിന്റ് എന്നുള്ളത്. ലോകത്ത് എവിടെയെങ്കിലും നിന്ന് നമുക്ക് ഒരു സ്പോട്ടിൽ നിന്നാൽ ഇതുപോലെ 4 വാട്ടർഫാൾസ് കാണാൻ പറ്റുമോ? കാണിച്ചു തരാം. ഇത് സ്നോ മെൽറ്റിൽ നിന്ന് വരുന്ന വാട്ടർഫാൾസാണ് നമ്മൾ പറഞ്ഞു. ഇത് ആ സ്നോ മെൽറ്റ് കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും കുറവ് വെള്ളം വരുന്നത് കേട്ടോ. 1, 2, 3, പിന്നെ അതിൻ്റെ താഴെയുള്ള 4, പിന്നെ ഇതാ നമ്മുടെ ഹാഫ് ഡോം, യോസെമിറ്റിയുടെ തിലകക്കുറി എന്ന് പറയാം. ഇനി ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഡീറ്റെയിൽസ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. നമ്മളിപ്പോൾ ഈ താഴെ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, നമ്മൾ മുമ്പ് വന്നിരുന്നു എന്ന് പറയുന്ന ഏരിയയിൽ ലെഫ്റ്റ് ഇവിടെ യോസെമിറ്റി ലോഡ്ജാണ് ഈ കാണുന്നത്, യോസെമിറ്റി വില്ലേജാണ് ഈ കാണുന്നത്, അഹ്വാനി ഹോട്ടൽ, റോയൽ ആർച്ചസ്, മിറർ ലേക്ക്, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ പറയുന്ന താഴെയാണ് കാണുന്നത്. നമ്മൾ മിക്കവാറും വരുമ്പോൾ നോർത്ത് ഗേറ്റിൽ നിന്നൊക്കെ വരുമ്പോൾ ആ ഭാഗത്ത് വന്നിട്ട് ഇതിലെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റുമെന്നൊന്നും ഒരു അത്യാവശ്യം ഗവേഷണം ചെയ്യാത്തവർക്ക് മനസ്സിലാവില്ല. ഗ്ലേഷ്യർ പോയിൻറ്റിലെ ക്ലൈമറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വിൻ്ററിൽ ഇവിടെ ഏകദേശം 6 to 7 feet ഹൈറ്റ് സ്നോ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് മനോഹരമായിട്ടാണ് അല്ലേ, ഈ കാടിൻ്റെ നടുക്കും ഒരു ഫുട്പാത്ത് പോലെ ചെയ്തിരിക്കുന്ന റെയിൽസ്. നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് നടക്കുവാണ്, നമ്മൾ ആ വഴിയാണ് വന്നത്. ആ മേളിൽ നിന്ന് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ
ഗ്ലേഷ്യർ പോയിന്റിൽ നിന്ന് നടന്നു വന്നത്. കുറച്ചൊന്ന് നടന്ന് താഴേക്ക് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഫോറസ്റ്റ് അറ്റ് ഗ്ലേഷ്യർ പോയിൻ്റ്, ഇവിടുത്തെ ഫോറസ്റ്റിനെ കുറിച്ചുള്ളൊരു നോട്ട്. അപ്പോൾ നമ്മൾ ഗ്ലേഷ്യർ പോയിന്റിൽ നിന്ന് പതുക്കെ ഇറങ്ങുകയാണ് കേട്ടോ. പോവാം. ഇത് നോക്കി, മെയ്ഡ് ഇൻ ഇന്ത്യ. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് കാണാൻ പറ്റി കേട്ടോ. ഇതാ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് കുറേ പേര് അങ്ങോട്ട് പോയിട്ടോ. അതാ നിങ്ങളിവിടെ വരുമ്പോൾ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റരുത്. ഗ്ലേഷ്യർ പോയിൻറ്റ് 4 മൈൽ, ഓ മൈ ഗോഡ് ഐ ക്യാൻ ഗോ എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് പോകാതെ വേറെ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അങ്ങോട്ട് പോയാലാണ് അത് ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം 4 മൈൽ ട്രെയിൽ എന്ന് പറയുന്നത് ഒരു ട്രെയിലിൻ്റെ പേരാണ്. അപ്പോൾ അത് മാറിപ്പോയത്, ആംഫി തിയേറ്റർ അങ്ങോട്ടാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ധൃതി പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റില്ല. രാവിലെ വന്നപ്പോഴും ഇപ്പോൾ ഏകദേശം 8:15, 2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴും ഈ ഇവിടുത്തെ റെസ്റ്റ് റൂമൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു റെസ്റ്റ് റൂമുണ്ട്, അതും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിക്കോഷൻസ് എടുക്കുക. നമ്മൾ തിരിച്ച് പോരുന്ന വഴിക്കും നമുക്ക് ഹാഫ് ഡോം കാണാം കേട്ടോ. റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റിനെൻ്റൽ ഡോമിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഒരു ഉഷാറില്ലാത്ത ഉറക്കം വരുന്നുണ്ടല്ലേ? ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങണം. എത്ര വണ്ടികളാന്ന് നോക്ക്. സെൻറ്റിനെൻ്റൽ ഡോമിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ ടാഫ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ലെഫ്റ്റിലേക്കും സെൻറ്റിനെൻ്റൽ ഡോം റൈറ്റിലേക്കും പോകും. അപ്പോൾ ലെഫ്റ്റിലേക്ക് വരുന്ന ഒരു ട്രെയിൽസിൽ നമ്മൾ വരുമ്പോൾ മാർബിൾ പീസ് കേട്ടോ, കറക്റ്റ് മാർബിൾ കല്ലുകൾ. നമ്മൾ ഇത്രയും പ്യൂറായിട്ടുള്ള മാർബിൾ കല്ല് നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. ഇല്ല, കുറച്ചുള്ളൂ, പക്ഷെ അത് നല്ല ഭംഗിയുണ്ട്. ഇത്രയും ഏരിയയിലുള്ളൂ. എന്താണ് ഒരു അത്ഭുതം, അടിപൊളി. തൈ കാണുന്ന ആ ഒരു കൂട്ടമാണ് കേട്ടോ. എങ്ങനെയൊക്കെ ഇത് വരുന്നതെന്നുള്ളതാണ്. ഇവിടെ കയറി നമുക്കൊന്ന് ഒളിച്ചിരുന്നാലോ. കരടിക്കുട്ടന്മാരൊക്കെ ഒളിച്ചിരിക്കുന്ന സ്ഥലമായിരിക്കും കേട്ടോ ഇത്. ചെറിയൊരു ക്രീക്കുണ്ട് ഇവിടെ. യെസ്, നല്ല അടിപൊളി വെള്ളം. എന്തൊക്കെ കളറ് പൂക്കളാണല്ലേ. യെല്ലോ, പർപ്പിൾ, 2 ടൈപ്പ് ഉള്ളൂ. അല്ല, അവിടെ ഓറഞ്ച് നല്ല അടിപൊളിയുണ്ട് കേട്ടോ. വാവ്, നല്ല വെയിലുണ്ടല്ലേ. പക്ഷെ നമ്മളിവിടെ വീണ്ടും ആ മരങ്ങളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ നല്ല ഇരുട്ട് പോലെയാണ് കേട്ടോ. അത്രയ്ക്കും ഹൈറ്റുള്ള മരങ്ങളല്ലേ. നോക്കി, അടിപൊളി കേട്ടോ. അങ്ങോട്ടേക്കൊരു വഴിയാണ് കേട്ടോ, നമ്മുടെ വാഗമണ്ണിൽ മരത്തിൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന പോലെയുള്ളൊരു വഴി അല്ലേ. അങ്ങനത്തെ ഒരു ഫീലാണ്. യെസ് നമ്മളിത് നടന്നു പോകുമ്പോണ്ടല്ലോ വിശാഖേ, ഈ മരങ്ങളെയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ മരങ്ങളുടെ എനർജി നമുക്ക് കിട്ടുമെന്നാണ്. പഴമക്കാരല്ല, എൻ്റെ ഒരു മെൻറ്ററുണ്ട്, മാത്യു സാർ എന്ന് പറയും. അദ്ദേഹം ഒരു യോഗ ട്രെയിനർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, റേക്കി ഇതൊക്കെ ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു അഡ്വൈസാണ്. ഇത് നോക്കിയേ, അതല്ല, എൻ്റെ പെയിൻ്റ് അടിച്ച് നല്ല സെറ്റാക്കി നിർത്തിയേക്കുന്ന പോലെയുണ്ടല്ലേ. യെസ്, കണ്ടോ, ഇത്രയും വലിയൊരു ട്രീ ആണ് കേട്ടോ. ഇത് ഇവിടുത്തെ സെക്യൂരിറ്റി വെച്ച് നോക്കുമ്പോൾ വലുതൊന്നുമല്ല, എങ്കിലും ജസ്റ്റ് നിങ്ങളെ ഒരു ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള കോട്ടിങ് ആട്ടോ ഇതിലുള്ളത്. എന്താ ഭംഗിയെന്നറിയാം. ഇതുണ്ട, തണുപ്പത്ത് ആ ഒരു പായലൊക്കെ പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട്. ആ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടോ. നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുന്നവരും ഉണ്ടല്ലോ, നമ്മുടെ കാഴ്ചകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഒരു കുറച്ച് നടന്നു വന്നിട്ട് 300 മീറ്ററൊക്കെ നടന്നു വന്നപ്പോഴത്തേക്കും ഇലകളൊക്കെ അതാ ഇതുപോലത്തെ ഒരു പച്ച, നമ്മുടെ മഴയൊക്കെ വെള്ളമൊക്കെ എപ്പോഴും ഉള്ള ഏരിയയിലുള്ള ആ ഒരു ഇല പോലെ ആയിട്ടോ ഇവിടെ. ഇതൊക്കെ നമ്മൾ വേറെ പല സ്ഥലത്തും പോകുമ്പോൾ അതുപോലെ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടി എന്താ പറഞ്ഞ ഒരു വേറൊരു വേൾഡ് പോലെ ആയി തുടങ്ങി. അതിലും പ്രത്യേകത ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു തണുപ്പ് വന്നു തുടങ്ങിയിട്ടോ. ഇത്ര നേരം ആ തണുപ്പില്ലായിരുന്നു. സമ്മറാണല്ലോ ഇപ്പോൾ. ചെറിയൊരു തണുപ്പുണ്ട്, മൊത്തത്തിൽ ചൂടൊന്നുമില്ല കേട്ടോ ഇവിടെ യോസമിറ്റിയിൽ. സമ്മറിൻ്റേതായ ഒരു ഇത് ഡിഫറൻസ് ഉണ്ട് യോസമിറ്റിയിൽ. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി നന്നായിട്ട്. ബ്യൂട്ടിഫുള്ളാണ്.
ഞാൻ ആദ്യം കഷ്ടപ്പെട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യാതൊരു കഷ്ടപ്പാടിൻ്റെയും ആവശ്യമില്ല. ഇതൊക്കെ ഇതൊന്നും ആരും വെച്ച് പിടിപ്പിക്കാതെ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് കിടക്കുവാണ്. ഒരു കൂട്ടം ആളുകൾ അതിൽ വരുന്നു. പ്രകൃതി ഒരുക്കിയ പൂന്തോട്ടത്തിൽ കേട്ടോ. ഒരുപാട് വെയിലായതുകൊണ്ട് പൂക്കളൊന്നും അത്ര ക്ലാരിറ്റി കുറവാണെന്ന് തോന്നുന്നു വീഡിയോയിൽ. ഇത് ടർക്കിയാണത്. ഒരു കാട്ടുവഴി അവിടെ നിൽക്കട്ടെ, പോലേട്ടോ, അവിടെ നിൽക്കട്ടോ. കണ്ട നമ്മുടെ കാട്ടിലൊക്കെ കാട്ടുകോഴികൾ നമ്മളെ കണ്ട ഓടില്ല. എന്ത് രസമുള്ള കാട്ടുകോഴിയല്ലേ. നമ്മൾ നടക്കുന്ന വഴിയിൽ തന്നെ കേട്ടോ. അടിപൊളി കാട്ടുകോഴി കേട്ടോ. കുറച്ച് ക്രിസ്മസ് ട്രീസ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണം? കുറച്ച് ഇടവഴികളിലൂടെയൊക്കെ നമ്മൾ ഇറങ്ങി വന്ന് നമ്മൾ അവസാനം ഇങ്ങനെയുള്ളൊരു ഏരിയയിലേക്കാണ് എത്തുന്നത്. ഇവിടെ കുറച്ച് അണ്ണാൻ കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ സാധാരണ അണ്ണാന്മാരൊക്കെ ഭയങ്കര വലിപ്പമുള്ളവന്മാരാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ കുറച്ച് കുരുന്നുകളെ കാണാം. തീരെ ചെറുതാട്ടോ. നമ്മൾ ഇറങ്ങി വരുമ്പോൾ കുറച്ച് ഇറക്കം പോലെ ഇറങ്ങണം കേട്ടോ. അത് കഴിയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം, കീപ്പോട്ട് വീഴാത്ത രീതിയിൽ. ഇതുണ്ടോ? ഓ, അവിടെ വെള്ളം ചേർന്ന സൗണ്ട് കേട്ടോ. യേസ്, നമ്മളതിൻ്റെ മെയിൻ ഏരിയയിലേക്ക് വരുന്നുണ്ടോ? ഓ എൻ്റെ അമ്മോ, നമ്മൾ നിൽക്കുന്ന ഏരിയ കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഉള്ളിലേക്കാണ് പോയിരിക്കുന്നത്. നമ്മൾ ഒരാൾ ദൂരത്തിലും കൂടുതൽ ദൂരെ നിന്നിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നോക്കി അവിടെ ഒരു കല്ലിൻ്റെ മേളിൽ കുറച്ച് കല്ലുകൾ ഇരിക്കുന്നുണ്ടോ? ഒരു അത്ഭുതം പോലെ തോന്നുന്നു അല്ലേ. പിന്നെ അതിൻ്റെ ചേർന്നിരിക്കുന്ന കല്ലുകളൊക്കെയാണ്. എന്തൊരു ഭംഗിയാണ്. പിന്നെ ഈ പാറകളൊക്കെ നോക്കി എന്താ ഒരു ഭംഗിയല്ലേ. ഇതല്ല കേട്ടോ, നമുക്ക് മെയിൻ പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. മൈ ഗോഡ്, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതല്ല ഇതിൻ്റെ ഒരു വ്യൂ കേട്ടോ. നമ്മളിതിപ്പോൾ എങ്ങനെ പറയുന്നത്, താഴേക്കുള്ള താഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്ലെയിൻ പ്രതലത്തിലൂടെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഭയങ്കര ഒരു ഹെവി വലിയൊരു ഏരിയയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുന്നറിയില്ല. അതായത് ഉണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് ടാഫ്റ്റ് പോയിൻ്റ്. ആ മലയുടെ ഒരു ഏകദേശം ഉള്ളൊരു ഏരിയയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നത് കാണാം. വാവ്, എന്താല്ലേ. ഇങ്ങനെ നോക്കിയാൽ നമുക്കിതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. നമ്മൾ നിൽക്കുന്ന ഏരിയ അതുപോലെ തന്നെ. ഇത്രയും നമ്മൾ ഈ പുഴയിലൊക്കെ ഇങ്ങനെ പാറകളൊക്കെ നീണ്ടു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഇത്രയും വലിയ പാറകൾ ഇങ്ങനെ ശരിക്കും കട്ട് ചെയ്ത പോലെ അല്ലേ. അല്ലെങ്കിൽ സാധാരണ പാറകളെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഉരുണ്ട ഒരു ഷേപ്പിലായിരിക്കും. ഇത് കട്ട് ചെയ്ത പോലെ പോകാൻ ഇവിടെ എന്ത് സംഭവിച്ചു മനസ്സിലായോ? ഇതൊക്കെ എന്തൊരു ഭംഗിയാണെന്നൊക്കെ അങ്ങോട്ടുള്ള ആ പാറയൊക്കെ നിൽക്കുന്നതൊക്കെ ഉള്ളിലേക്ക് കുഴിഞ്ഞ് നിൽക്കട്ടെ. നമ്മൾ ആദ്യം കണ്ട ഹാഫ് ഡോം അല്ല, ഇത് വേറെ സ്ഥലമാണ്. എന്താ ഭംഗി എന്ന് പറയാം. പാറയ്ക്ക് തന്നെ ഒരു ഭംഗിയാണ്, ഒരു ബ്യൂട്ടിയാണ് കേട്ടോ പാറയ്ക്ക് തന്നെ. അതിൻ്റെ താഴെ അരുവി കണ്ടോ. നമ്മളാദ്യം പോയ ഏരിയയുടെ സൈഡാണ്. നമ്മൾ ആദ്യം അവിടെയാണ് നിന്നിരുന്നത്. ഐ തിങ്ക് സോ. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. കുറച്ച് ദൂരമുണ്ട്, നമ്മൾ കാർ ഓടിച്ചല്ലേ വന്നത്. ഞാൻ ആദ്യം കാണിച്ച വലിയ ഗ്യാപ്പ് അവിടെയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നടന്നു വരുമ്പോൾ കീപ്പോട്ട് ചാടുമെന്ന് പറഞ്ഞിട്ട് വൈശാഖ് പേടിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പോൾ നടന്നു വരുമ്പോൾ നിങ്ങളിത് കണ്ടോ, ഞാനിപ്പോൾ ഇതിലിങ്ങനെ നടന്നിങ്ങനെ പോവാണ്. പക്ഷെ നമ്മൾ സൂക്ഷിച്ചാൽ പോയത്. ഈ വെട്ട് കണ്ടപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചത് വലുതായിരിക്കും എന്നുള്ളത്. ഞാനിപ്പോൾ പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഭയങ്കര വലിപ്പമുണ്ട്. നമ്മളിങ്ങനെ കാണുമ്പോൾ ഒന്നുമില്ലല്ലേ, നമ്മുടെ പുഴയുടെയൊക്കെ സൈഡിലുള്ള മൂവേ സെയിം സംഭവം കേട്ടോ. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണേ, ഇതിൽ വരാതെ ഈ സൈഡിൽ കൂടെ ആണ്. അപ്പം ഇതിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഡെപ്ത് മനസ്സിലായത്. നോക്കി കേട്ടോ, ഇത് നോക്കി. വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്നറിയില്ല.
ഒരു വലിയ ഹൈറ്റിലുള്ള പാറയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. കീപ്പോട്ടെങ്ങാനും ഇവിടുന്ന് പോയാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഏറ്റവും താഴെ നിൽക്കുന്ന മരങ്ങൾ പോലും കാണാൻ പറ്റുന്നില്ല. ആ നിൽക്കുന്ന മരങ്ങളൊക്കെ മലയുടെ മുകളിൽ നിൽക്കുന്ന മരങ്ങളാണ് കേട്ടോ. ഇതുണ്ടോ, നമ്മൾ നടന്നു വരുന്ന വഴിയാണത്. ഓടി നടന്ന് രാത്രിയൊക്കെ വന്നെങ്കിൽ പോയാൽ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അബുദാബി രാജകുമാരൻ ഷെയ്ഖ് ഹംദാൻ ഇതിലേക്ക് ഹൈക്ക് ചെയ്തതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 30 ദിവസം ഹൈക്ക് ചെയ്താണ് ഈ ഒരു ഹാഫ് ഡോം യോസമിറ്റി നാഷണൽ പാർക്ക് ഏരിയയിൽ. 30 ദിവസമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. കുറേ ദിവസങ്ങളിലൂടെ ഉണ്ടായിരുന്നു. 30 മൈൽ ഹൈക്ക് ചെയ്തു. എന്താണെങ്കിലും റിസ്ക് എടുത്തൊന്നും പോകുന്നില്ല കേട്ടോ. നമ്മൾ എഡ്ജിലൊന്നും പോയി, നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലത്തൊക്കെ കുട്ടികളൊക്കെ പോയി നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കാറില്ല. അങ്ങനെ നിൽക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ നല്ലൊരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ആദ്യം അവിടെ നിന്നിട്ടാണ് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചത്. അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നടന്ന് അങ്ങനെ വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതൊക്കെ ചെറിയൊരു പോയിൻ്റായിട്ട് ഇവിടെ എഴുതിയേക്കുന്ന കാര്യങ്ങളാട്ടോ. നമ്മൾ വരുമ്പോൾ ഇത്രയും അത്ഭുതമായിട്ട് നമ്മൾ കാണുന്നത്. ഇതുണ്ടോ, ആ ഒരു പാറയുടെ ഹൈറ്റ് കണ്ടോ. അതിൻ്റെ താഴ്ഭാഗം കാണിക്കണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നീങ്ങിക്കണം. അത്രയും റിസ്ക് എടുത്ത് നിങ്ങൾക്ക് താഴ്ഭാഗം കാണണോ? വേണ്ടല്ലോ. ഓക്കെ, കിഡ്ലൻ ട്രാവലർ നിങ്ങൾക്ക് വീണ്ടും കാണണ്ടേ? ഓക്കെ, ഇതാ ഇനി നമുക്കിതാ ആ വാട്ടർഫാൾസ്, ഇത് നമ്മുടെ വാട്ടർഫാൾസ് വേറെ ഒരെണ്ണം. അതെനിക്ക് തോന്നുന്നു ഐസ് മെൽറ്റായിട്ട് വരുന്ന വാട്ടർഫാൾസ് ആണെന്ന് തോന്നുന്നു. യെസ്, അത് തന്നെ ആയിരിക്കും. ഇതൊക്കെ നമുക്കിനി അങ്ങോട്ടേക്ക് പോട്ടോ. ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ദിസ് ഏരിയ. ടാഫ്റ്റ് പോയിൻറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ടാഫ്റ്റ് പോയിൻറ്റ് ഇവിടെ ഇങ്ങനെ ഒരു കമ്പി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ എൻഡ് വരെ ഒന്ന് പോയി നോക്കാം. അതിന് വേണ്ടിയിട്ടായിരിക്കും ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിലും കമ്പിയിൽ ടച്ച് ചെയ്യാതെ നിൽക്കാം. എൻ്റെ അമ്മോ, ഇവിടെ നിന്ന് നോക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പോലും പറ്റുന്നില്ല. മൈ ഗോഡ്, ടാഫ്റ്റ് പോയിൻ്റ് എന്നല്ല, ഇതിന് വേറെ എന്തെങ്കിലും പോയിൻ്റ് എന്ന് പേരിടേണ്ടി വരും കേട്ടോ. എൻ്റെ പൊന്നെ, പേടിയാവുകയാണ്. നമുക്ക് ആളൊന്നും നിന്ന് കഴിഞ്ഞാൽ താഴെ കാണില്ല കേട്ടോ. അത്രയ്ക്കും ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. അവിടെ ആളുകൾ ഹൈക്ക് ചെയ്ത് കയറുന്നതാണോ പാറയിലേക്കെന്നറിയില്ല. മൈ ഗോഡ്, പോയിട്ട് വരുന്നവരൊക്കെ ആണ് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, നമ്മൾ ആദ്യം കാണിച്ചത്. പിന്നെ അങ്ങോട്ട് ഒരു ലേഡി ഫോട്ടോ എടുക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഒരു ആൾ ഇവിടെ നിൽക്കുന്നത് പുള്ളിയുടെ കൂടെ വന്ന ലേഡിയാണ്. അപ്പോൾ അവരവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്ന പാറയിലാണ് പുള്ളിക്കാർ കയറി നിന്നത്. ഇനിയിപ്പോൾ താഴത്തെ പാറയിലേക്ക് പോയി നിൽക്കാൻ പുള്ളി ഇവിടെ നിന്ന് വിളിച്ചു പറയണ്ടായിരുന്നു. അപ്പം ഇത് ഇവരൊക്കെ അഡ്വഞ്ചറായിട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. യെസ്, പുള്ളിക്കാരി അവിടെ നിന്നിട്ട് കൈ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവർ എൻ്റെ പൊന്നെ ലേഡീസൊക്കെ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വള്ളി കെട്ടിയിട്ട് അതിലൂടെ, എൻ്റെ പൊന്നെ, സി മൈ ഗോഡ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വള്ളി കെട്ടിയിട്ട് നടക്കാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇവരെയൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവും. ഒരു സേഫ്റ്റി ഹാർനസൊക്കെ ബോഡിയിൽ ഇട്ടേക്കുന്നുണ്ടോ? Where are you guys from? We're from San Diego. San Diego? Oh yeah. You did before here? Yeah. Okay. നമ്മുടെ കാലിഫോർണിയയിലെ സാന്റിയാഗോ എന്നാണ് അവർ വന്നിരിക്കുന്നത്. അവരിവിടെ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളെ കൊതിപ്പിക്കുന്നൊരു വാട്ടർഫാൾസ്, ഒരു വാട്ടർഫാൾസ് അല്ല കേട്ടോ. നമ്മൾ ആദ്യം കണ്ട വാട്ടർഫാൾസൊക്കെ ഇതിനോട് ചുറ്റുമാണ്. എന്നാലും ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ നല്ലൊരു വെയിലത്ത് ഇത്രയും മലകളുടെ ഇടയിലൂടെ ഇങ്ങനെ ഇതൊക്കെ വെള്ളം ചാടി പോകുന്നത് കാണുമ്പോൾ സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ആദ്യം ആ ലേഡി നിന്ന ഏരിയയിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പാറ ഇരിക്കുന്നതൊക്കെ, പാറയുടെ മുകളിൽ എടുത്ത് വെച്ചിരിക്കുന്നൊരു പാത്രം പോലെ ഉണ്ടല്ലേ. അവരവിടെ വള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഓ, ഇവിടെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോയെന്ന് നടക്കുമ്പോൾ നോക്കി പോകണം, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. നമ്മൾ ആദ്യം അവിടെ നിന്നിട്ടാണ് ഇങ്ങോട്ട് നോക്കിയത്. നടന്ന് നമ്മൾ ടാഫ്റ്റ് പോയിൻ്റ് കഴിഞ്ഞു. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ലാസ്റ്റ് ഏരിയയിലേക്ക് ഇവിടെ ഒന്ന് വന്നിരിക്കുകയാണ്.
യെസ്, വീണ്ടും നമ്മുടെ ആ ഒരു അരുവി മനോഹരമായിട്ട് ഇവിടുന്ന് കാണാം. പിന്നെ അതിനോട് ചേർന്ന് കാറുകളൊക്കെ കിടക്കുന്നത് കാണാം. ആ പുഴയിലൊരു ടെൻറ്റ് കെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ആരോ. അത്യാവശ്യം നല്ല ഫോറസ്റ്റ് നമുക്കിങ്ങനെ കാണാം. മരങ്ങളിങ്ങനെ അവിടെ മലകളൊക്കെ കാണാം. അങ്ങനെ വന്ന് 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 നമ്മൾ ആ ഒരു ഹൈറ്റാണല്ലോ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ സൂം ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നത് അതുകൊണ്ടോ അതിൻ്റെ ഇടയിൽ ഇതുപോലെ വലിയൊരു ഗ്യാപ്പ്. ഇവിടെയൊക്കെ വരുമ്പോൾ വെറുതെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും. യെസ്, ഇഞ്ചറ് മതി കേട്ടോ, നോക്കുമ്പോൾ തന്നെ നമ്മുടെ പിടിവിട്ടു പോകും. ഇതാണ് കേട്ടോ എൽ കപ്പിത്താൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, നമ്മൾ ഈ ഹൈക്കല്ല അതിനെന്താ പറയുന്നത്, റോക്ക് ക്ലൈമ്പിങ് ചെയ്ത് കയറുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയാണിത് കയറുന്നത്. അപ്പോൾ താഴേന്ന് രാത്രി കയറി മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും രാവിലെ ആവുമെന്നാണ് പറയുന്നത്. രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്കൊന്നുമല്ല, എനിക്ക് തോന്നുന്നു 3 മണി സമയത്തൊക്കെ ഇവർ കയറിയിട്ട് മുകളിലെത്തുമ്പോഴത്തേക്കും രാവിലെ നേരം വിളക്കും. പകലൊന്നും ക്ലൈംബ് ചെയ്യാൻ പറ്റില്ലല്ലോ, വെയിലും ചൂടും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് തണുപ്പ് കാറ്റാണ്, പക്ഷേ അതാണ് ക്ലൈംബ് ചെയ്യണവർക്ക് ദാറ്റ് വിൽ ബി വെരി ഹാർഡ്. ഇവിടുന്ന് വീണ്ടും പോകാൻ പറ്റിയ ട്രെയിൽസുകളുണ്ട് കേട്ടോ. DWay പോയിൻറ്റ് 4.4 മൈൽസ്, ഇൻസ്പിരേഷൻ പോയിൻറ്റ് 8.2 മൈൽസ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയാണിത്. ഞാൻ ആദ്യം കാണിച്ചായിരുന്നു. വഴിയിലിത് ഈ ഒരു കീപ്പോട്ട് പോയി കഴിഞ്ഞാലുള്ള സ്ഥലമാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇതുണ്ടോ, ഇവിടുന്ന് പോയാൽ അത് കണ്ടോ, നമ്മൾ എവിടെ എത്തുമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. 2 ദിവസം എടുക്കും താഴെ എത്താനായിട്ട്. 1.1 മൈല് ഫസ്റ്റ് ട്രെയിലിൽ പോയി, സെൻറ്റിനൽ ട്രെയിനിൻ്റെ അവിടെയും അതുപോലെ തന്നെ ടഫ്റ്റ് ട്രെയിലിൻ്റെ അവിടെ ഉള്ളത്. അടുത്ത ട്രെയിലിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നൊരു വെള്ളം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള കാക്ക, അമേരിക്കൻ കാക്കാസ്, 2 കാക്ക എപ്പോഴും ഒരുമിച്ചുണ്ടാവുള്ളൂ ഞാൻ പറയാറുണ്ട്. 2 കാക്കകൾ അവിടെ കൂടാന്ന് തോന്നുന്നു കേട്ടോ, അവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള കാക്ക കേട്ടോ. നമ്മൾ സെൻറ്റിനൽ ഡോം കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതി വേ ആയി. നമ്മൾ ആ പാർക്കിങ്ങിൽ ഇട്ടിരുന്നിടത്ത് തന്നെ റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഹാഫ് വേ ആയി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇനി നമുക്ക് വീണ്ടും അങ്ങോട്ട് നടക്കാനുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഐസ്, നമ്മൾ കഴിഞ്ഞ ദിവസം കൊളറാഡോയിൽ പോയ പോലെ തന്നെ മലയുടെ മുകളിൽ ഇപ്പോഴും ഐസ് കാണാം. ജൂലൈ ആണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇവിടുത്തെ തണുപ്പ് എന്തായിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ നിൽക്കുന്നിടത്ത് തണുപ്പ് കാറ്റുണ്ട്, ഭയങ്കര തണുപ്പൊന്നുമില്ല. സമ്മർ ഡ്രസ്സ് തന്നെയൊക്കെ വെയർ ചെയ്തിട്ട് വരണം. ഇപ്പോൾ ജൂലൈയിലാണ് നമ്മളുള്ളത്. അപ്പം എന്താ പറയുക, ഭയങ്കര തണുപ്പൊന്നും ഇവിടെ ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈ വഴി കയറി വരുമ്പോഴും ഹാഫ് ഡോം കാണാം കേട്ടോ. ഇത്രയും കയറിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മളിവിടെ കയറുമ്പോൾ ഇത്രയും പാടാണെങ്കിൽ ഇത് വലിയ പാടുള്ള ട്രെയിൽസ് ഒന്നും അല്ല. എന്നാലും നമ്മൾ ഇത്രയും നടന്നതിൻ്റെയും പിന്നെ സമ്മറിൻ്റെയും ഇത്രയും നടന്നതിൻ്റെയും ഉണ്ട്, എലിവേഷൻ ഗെയിൻ ഉണ്ട്, അതിൻ്റെ ആയിരിക്കും ടയർഡായി പോട്ടോ. അപ്പം നമ്മൾ ആലോചിക്കുകയാണ് നമ്മുടെ എവറസ്റ്റ് കയറിയ ഷെയ്ഖ് ബായി, അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മലയാളി ലേഡി, അവരൊക്കെ കയറിയത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലായിട്ടോ. ഓ മൈ ഗോഡ്, എ ബിഗ് സല്യൂട്ട് ടു those 2 of our proud Malayalis. ഭയങ്കര എന്താ പറയുക, സമ്മതിച്ചു കൊടുക്കണം. അവർ മാത്രമല്ല, ഈ മല കയറുന്ന എല്ലാ മൗണ്ടനേഴ്സിനും റോക്ക് ക്ലൈംബേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എഫേർട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെ വെച്ചിട്ട് അവരാ റോക്ക് ക്ലൈംബ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിൽ പോകാൻ നിന്ന വീഡിയോ കണ്ടല്ലോ. അവരെ മുമ്പിൽ കൂടെ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് പോകാൻ തന്നെ നാണായിട്ട് പാടില്ലായിരുന്നു. കാരണം അവരൊക്കെ ചെയ്യുന്ന ആ ഒരു എഫേർട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ കാണിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, നമുക്ക് എന്താ പറയുക, ഓഫ് കോഴ്സ് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മളൊന്നും അത്ര എഫേർട്ട് ഇടുന്നില്ലല്ലോ എന്നുള്ള ഓർക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ഓരോ ആളുകൾ ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ട് ചെയ്യുന്നത്. അമേസിങ്. നമ്മൾ സെൻറ്റിനെൻ്റൽ ഡോം എത്തി. പക്ഷേ ഇനി അതിൻ്റെ മുകളിലേക്ക് കയറണം. യെസ്,
ഇവരൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കേട്ടോ. നമ്മൾ കുറച്ചധികം കയറി ഇവിടെ കയറിയതിന് ശേഷം ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട പോലെ അവിടെ ഐസ് കിടക്കുന്നതാണ്. അപ്പോൾ എത്ര അതിൻ്റെ ഹൈറ്റ് എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. 8,000 മുതൽ 12,000 ഫീറ്റ് വരെ ഹൈറ്റുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. ജൂലൈ 12-നാണ് നമ്മളിപ്പോൾ ഇത് കയറുന്നത്. അപ്പം ഇനി ഇവിടുന്ന് ആ ഒരു വ്യൂ കാണാം. ഇറ്റ്സ് അമേസിങ്. നമ്മുടെ വാഗമണിൽ പോയി മൊട്ടക്കുന്നുകൾ കാണുന്ന പോലെ പാറക്കുന്നുകളും തണുത്ത കാറ്റും കംപ്ലീറ്റ് മരങ്ങളും വാട്ടർഫാൾസും. ഒരു വാട്ടർഫാളല്ല, ഇതൊക്കെ നമ്മൾ ആ ശരിക്കും വെള്ളം ഒഴുകുന്ന സമയത്ത് വരണം. പിന്നെ നമ്മുടെ മറ്റേ ഹാഫ് ഡോമാ കാണുന്നു. ഹാഫ് ഡോം ഇനിയും കയറാനുണ്ട്. അങ്ങോട്ടേക്ക് കയറാം. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ. ഓ മൈ ഗാഡ്, വർത്ത് വിസിറ്റിംഗ്. എന്താ പറയുന്നത്, പാറയുടെ മുകളിലേക്ക് നമ്മളെത്തി. വിശാഖ് നോക്ക്, ഇതിലും വലിയൊരു കാഴ്ച നീ കാണാനുണ്ടോ? ഹാഫ് ഡോമിൻ്റെ ദ പെർഫെക്റ്റ് വ്യൂ ഓഫ് ഹാഫ് ഡോം. ഇതിലും വലിയൊരു കാഴ്ച നമുക്ക് കാണാനില്ല കേട്ടോ. ഈ ഹാഫ് ഡോമാണ് എന്താ നോർത്ത് ഫേസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയൊക്കെ ലോഗോയായിട്ട് കാണിക്കുന്നത്. കാലിഫോർണിയയുടെ അഭിമാനം, യോസമിറ്റിയുടെ അഭിമാനം. ദുബായ് രാജകുമാരൻ വന്ന് എക്സ്പ്ലോർ ചെയ്ത പ്ലേസ്. ഇത് യോസമിറ്റിയിൽ വരുന്ന ആളുകളുടെ വളരെ കുറച്ച് ഒരു ക്രൗഡ് മാത്രമേ ഉള്ളൂ. യോസമിറ്റി മേ ബി ഒരാഴ്ച, ഒരു മാസം വരെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് ഐസ് കിടക്കുന്ന കാണാം. ആദ്യം നമ്മൾ കാണിച്ചു, അവിടെ ഐസ് കിടക്കുന്ന കണ്ടു. അങ്ങോട്ടും ഐസ് മലകൾ കുറച്ച് നമുക്ക് കാണാം. അമേസിങ്. കഷ്ടപ്പെട്ടതിനൊരു ഗുണം കിട്ടിയല്ലേ. നമ്മുടെ മെയിൻ ഹാഫ് ഡോം പോലെ തന്നെ ഏകദേശം ഹാഫ് ഡോം പോലെ ഇരിക്കുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് നോക്കി, ഇത് ചിലപ്പോൾ നമ്മൾ ഈ ഭാഗത്തൂടെ വരുന്നവർ ഒരു ഇതാണ് ഹാഫ് ഡോം എന്ന് പറഞ്ഞിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇരിക്കുന്ന പോലെ ഇവിടെ വന്ന ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, പല സ്ഥലത്തുകൂടിയായിട്ട്. നമ്മൾ അവിടെ നിന്ന് കയറി നിന്ന് അങ്ങോട്ട് പോയപ്പോഴാണോ മറ്റേ ഇപ്പോൾ നമ്മൾ കണ്ട വാട്ടർഫാൾസ് നമ്മൾ കണ്ടത്. ഞാൻ വിചാരിച്ചു നമ്മൾ കണ്ട ആ ഒരു നെവാഡ ഫാൾസ് ഒന്നും ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. മൈ ഗോഡ്, ഇത് നോക്ക്, ഹാഫ് ഡോം ആൻഡ് ദ നെവാഡ ഫാൾസ് കുത്തിയൊലിച്ച് ഒഴുകുന്നു. ഇത്രയാണ് നമുക്ക് സൂമിങ് ഉള്ളൂ. എത്ര ഹൈറ്റിലാണ് അത് ഒഴുകുന്നതെന്ന് അറിയാം. ആ വെള്ളത്തിൻ്റെ ഫ്ലോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് താഴേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്ന വെർണൽ ഫാൾസ്. അത് നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ മരത്തിലൊരു ഇൻസെക്റ്റ് ട്രാപ്പ് കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ? മരങ്ങളെ
അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതിനെ നശിപ്പിക്കുന്ന കീടങ്ങളൊക്കെ നശിപ്പിക്കാനായിട്ടായിരിക്കും ഈ ഒരു ഇൻസെക്ട് ട്രാപ്പ് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം കാണുന്നത്. നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ. നമ്മൾ ഫുഡൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ടേസ്റ്റി ബൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഇതൊരു കറി പോലത്തെ ഒരു സംഭവമാണ്. ഇത് റൈസ്, അപ്പോൾ ഓർഗാനിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് കറി, പയറും എന്തൊക്കെയോ ഇട്ട് ഉള്ളൊരു കറിയാണ്. അതും പിന്നെ റൈസാണ് ഇതിൽ. ഇതൊരു കുറച്ച് നേരം നമ്മുടെ ഓവനിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം കഴിക്കാം. ഇതാണ് റൈസ്. അപ്പം ഇതാണ് നമ്മുടെ ലഞ്ച്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തന്നെ ചൂടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനിയൊന്ന് കുളിക്കാനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നല്ല ഒരു അടിപൊളി ക്യാമ്പ് സൈറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ക്യാമ്പ് സൈറ്റുകളുണ്ട്, പല തരത്തിലുള്ള ക്യാമ്പ് സൈറ്റുകളുണ്ട്. 1000-ൽ പരം ക്യാമ്പ് സൈറ്റുകളുണ്ടെന്നാണ് നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത്. നമ്മളിതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത്. ഇതുപോലെ പല ക്യാമ്പ് സൈറ്റുകളുണ്ട്. ഇതൊക്കെ 6 മാസത്തിനും 1 വർഷത്തിനൊക്കെ മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ക്യാമ്പ് സൈറ്റുകൾ നമുക്ക് ക്യാമ്പ് ചെയ്യാനായിട്ട് കിട്ടുള്ളൂ. ഇത് ക്യാബിൻ സെറ്റപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. ഗ്രോസറി സ്റ്റോറ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഫുഡ് മേടിച്ചിട്ട് കഴിച്ചത്. പിന്നെ എന്താണ്, ഈ ക്യാമ്പ് സൈറ്റിനോട് ചേർന്ന് തന്നെയാണ് ഒരു പുഴയുള്ളത്, മേഴ്സഡ് റിവർ ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് കുളിക്കലും ഇതൊക്കെ എത്ര ആയിരക്കണക്കിന് വണ്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഏരിയ മാത്രമാണ്, ഇത് കൂടാതെ വേറെ ഇഷ്ടംപോലെ ഏരിയകളുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആളുകൾ സൈക്കിൾ എടുത്ത് ചവിട്ടൽ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഇവിടെ കാണാനും ചെയ്യാനും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത് അമേരിക്കയിലെ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പിങ്, അതുപോലെ തന്നെ ഒരു സമ്മർ പ്ലേസൊക്കെയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ അമേരിക്കയിൽ ഒരു 3ാമതൊക്കെ വരുന്ന ഒരു ഏരിയയും കൂടിയാണിത്. അപ്പോൾ അതിനനുസരിച്ചൊരു ക്രൗഡൊക്കെ ഇവിടെ ഉണ്ടാവും. നമ്മളിങ്ങോട്ട് നടന്ന് വരുന്തോറും വീണ്ടും വീണ്ടും വണ്ടികളിങ്ങനെ കിടക്കാനുണ്ട്. ഇതൊക്കെ കാണുന്ന ഓരോ ക്യാബിൻസാണ് കേട്ടോ. കാണുന്ന ചെറിയ ചെറിയ ഇതൊക്കെ ക്യാബിൻസാണ്. ഇത് ഇവിടുത്തെ ബാത്റൂമുകൾ കുറച്ച് ക്യാബിൻസിനായിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്നത് ഹാഫ് ഡോമിൻ്റെ താഴെയാണ് കേട്ടോ. താഴെയുള്ള ക്യാമ്പ് ഗ്രൗണ്ടിലാണ്. നമ്മൾ നടന്ന് വന്നൊരു എൻഡിലേക്ക് വന്നു. അപ്പം ഇവിടെ നമുക്ക് കാണാം അങ്ങോട്ടേക്കുള്ള വഴി, പുഴയാണ് കാണുന്നത്. അപ്പോൾ അവിടെ പോയിട്ടാണ് കുട്ടികളൊക്കെ എല്ലാവരും ഇറങ്ങുന്നതും കുളിക്കുന്നതൊക്കെ. ഇത് കണ്ടില്ലേ, അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ കുളിക്കാൻ പറ്റും. ഇതൊക്കെ എന്ത് നല്ല കണ്ണീര് പോലത്തെ വെള്ളം, നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒഴുകി പോകുന്നത്. അവിടെയൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പണ്ടുള്ള പുഴകൾ പോലെ ശുദ്ധമായ ഒരു പുഴ അല്ലേ. കളിക്കാനുള്ള സാധനങ്ങൾ കുട്ടികളും പേരൻസും എല്ലാവരുമായിട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കളിക്കാനൊക്കെ ഉപയോഗിക്കുന്നു. ടെൻറ്റ് ക്യാമ്പിംഗ് ഒക്കെ അതിൻ്റെ സൈഡിൽ ചെയ്യുന്നു. ഇതൊക്കെ ഇവിടെ താമസിക്കുന്നവരായിരിക്കും കേട്ടോ. അവസാനം നമ്മൾ കുളിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് കുളിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്കൊന്ന് കാണാം. ഇത് കണ്ടോ, നമ്മൾ ആദ്യം കയറിയ മലയുടെയൊക്കെ താഴ്ഭാഗമാണ് കാണുന്നത്. ഇത് കണ്ടോ, ഇതാ ആ കാണുന്നതാണ് ഹാഫ് ഡോം. ഇതിൻ്റെ പല ഭാഗത്ത് നിന്നിട്ടുള്ള വ്യൂസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വാട്ടർഫാൾസ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. ഈ പുഴ ഇങ്ങനെ അങ്ങോട്ട് പോയി കുറേ ഉണ്ട്. അങ്ങോട്ടേക്കൊക്കെ പോകുന്തോറും അതിൻ്റെ ആ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ ഇച്ചിരി തണലത്തേക്ക് മാറി നിന്നാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുളിച്ചിട്ട് കാണാം. യെസ്, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ യോസെമിറ്റി മേഴ്സഡ് റിവറിൽ നമ്മൾ കുളിച്ചു. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകാം. വിശാഖ് നമ്മുടെ കൂടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം പുള്ളിക്കാരന് വെർണൽ ഫാൾസിൽ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. നമ്മളേതായാലും അത് പിന്നീട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം എന്തായാലും നമുക്കിനി നേരെ വണ്ടിയിലേക്ക് പോകാം. അമേരിക്കയുടെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ടും വർഷങ്ങളായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ഇത്രയും അടിപൊളിയായിട്ട്, ഇത്രയും നീറ്റായിട്ട് ഇവിടെ ഫുഡൊന്നും വേസ്റ്റ് ഇവിടെ പുറത്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരടികൾ വന്ന് ശല്യപ്പെടുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെയല്ല ഒരു കിളികളോ ഒന്നും ഇവിടെ ഇല്ല. കാരണം ഇതെല്ലാം ഭയങ്കരമായിട്ട്, ഈവൻ ഒരു ചെറിയ ഫുഡ് വേസ്റ്റ് പോലും ഈ ഡംപ് ബോക്സിലേക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്നത് അവിടെ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു ചെറിയ തരി പോലും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് കിളികൾക്കോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങൾക്കോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല.
അപ്പോൾ നമ്മുടെ നാട്ടിലും വനമേഖലകളിലൊക്കെ ഇങ്ങനെ ഈ അതിർത്തി മേഖലകളിൽ ഭക്ഷ്യ സാധനങ്ങൾ ഒരുപാടുള്ളതുകൊണ്ടാണ് വന്യജീവികൾ നമ്മുടെ ആളുകളെയൊക്കെ ആക്രമിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ എവിടെ നിന്നൊക്കെയോ വരുന്നതാണ്. ഒരു തരി ഫുഡ് ഇവിടെ പുറത്ത് ചാടിക്കിടക്കില്ല. അത്രയും സേഫായിട്ടാണ് കാര്യങ്ങൾ ഇവരവിടെ കൊണ്ടു നടക്കുന്നത്. ഈ വേസ്റ്റ് ബോക്സ് ഉണ്ടല്ലേ, അതിനൊക്കെ പ്രത്യേക ടൈപ്പ് ലോക്കുകളുണ്ട്. ഇതുണ്ട് കരടി ഒന്ന് പിടിക്കാതിരിക്കാനല്ല, മീൻസ് ആ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫുഡ് ഇടാനായിട്ട്. വേറൊരു തരി ഫുഡ് പുറത്ത് കിടക്കില്ല. ചെറിയ എന്തോ ഒരു ക്ലിപ്പ് കിടക്കുന്നുണ്ട്, പക്ഷേ യൂഷ്വലി അതുപോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ടോ. ഇങ്ങനെ ഒരുപാട് ഈ ഒരു ട്രാഷ് ഇടാനുള്ള ബോക്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ക്ലീനായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ഇവിടെ ആളുകൾക്ക് നല്ല അടിപൊളിയായിട്ട് താമസിക്കാം. അതുപോലെ തന്നെ വേറെ യാതൊരു ശല്യങ്ങളും ഉണ്ടാവില്ല. ഇതിൻ്റെ കുട്ടികളും പേരൻസും ഒക്കെ സൈക്കിൾ ചവിട്ടി നടക്കുന്നുണ്ടല്ലേ. ഇതിങ്ങനെ വലിയ ഏരിയ ഉണ്ടോ. ഇതിങ്ങനെ ഈ ഒരു 2-3 ദിവസം ബുക്ക് ചെയ്ത് വന്ന് ഇവരിവിടെ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ നടക്കലാണ് ഇവരുടെ ഒരു ഹോബി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ യോസെമിറ്റി ട്രിപ്പിൻ്റെ ഒരു കാര്യങ്ങൾ. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഒരു 1 ഡേ ട്രിപ്പ് മാത്രമായിട്ട് നമ്മൾ പോകുന്നതാണ്. കാരണം നമ്മൾ ഇത് യോസെമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3-4 ദിവസം വേണം നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്കൊന്ന് കാണണമെങ്കിൽ. ഓരോ സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റെ എല്ലാ സവിശേഷതകളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ 3-4 ദിവസം വേണം. അപ്പോൾ ഇവിടെ സാധാരണ ഇവിടെയുള്ള ആളുകളൊക്കെ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ഭാഗങ്ങൾ കണ്ട് പോവുകയാണ് ചെയ്യുന്നത്. കാരണം കാലിഫോർണിയയിലുള്ളവർക്കാണ് ഇതൊക്കെ പറ്റുള്ളൂ. അല്ലാതെ വരുന്നവർക്ക് ഇത് എന്താ പറയുക, മെയിൻ 3-4 അട്രാക്ഷൻസ് ജസ്റ്റ് കണ്ടിട്ട് പോകാം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും വരും. തന്നെയല്ല ഇവിടെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതിന് വേറെയും കാരണങ്ങളുണ്ട്. വിൻ്ററിൽ വരുമ്പോൾ ഒരു ലുക്കായിരിക്കും, ഫാളിൽ വരുമ്പോൾ വേറെ ലുക്കായിരിക്കും. അങ്ങനെ ഓരോ ആ സമയങ്ങളിൽ കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടതും നമുക്ക് അത്യാവശ്യം നല്ലൊരു അടിപൊളി ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നയാഗ്ര ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡാണ്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒന്ന് വെട്ടിച്ചുരുക്കിയത്. അപ്പോൾ ഇനി അതായത് നമുക്ക് ഇത് വീണ്ടും വന്നിട്ട് ഒന്നുകൂടെ അടുത്ത് തന്നെ കാണേണ്ടതായിട്ട് വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്കിത് വന്ന് കണ്ട് അടിച്ച് പൊളിക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പുതിയ കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.